ുള്ള പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മണ്ഡലത്തിലെ ജനങ്ങളെ നേരിട്ട് സമ്പർക്കം ചെയ്ത് അവരുടെ ജനകീയ വിഷയങ്ങൾ മനസ്സിലാക്കി ആ ജനകീയ വിഷയങ്ങൾ ക്രോഡീകരിച്ച് ഒരു കുറ്റപത്രമായി ഇവിടെ അവതരിപ്പിച്ചു. സത്യത്തിൽ ഈ മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ശേഖരിച്ച ഈ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ ഒരു 5% പോലും നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. അത്രയധികം പ്രശ്നങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്നു. അടിസ്ഥാന സൗകര്യ വികസനം തൊട്ടു തീണ്ടാത്ത ഒരു നിയോജക മണ്ഡലമാണ് ഈ മണലൂര് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. 1975 കാലഘട്ടത്തിൽ ഒരു സിനിമ എടുക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന്റെ സംവിധായകനും അഭിനേതാക്കളും ക്യാമറമാനും നേരിട്ട് വന്ന് ഈ മണലൂരിൽ ഇറങ്ങി അങ്ങോട്ട് ചിത്രീകരിച്ചാൽ മതി. പ്രത്യേകിച്ച് വേറെ ഒരു തരത്തിലുള്ള സെറ്റ് ഇടേണ്ട കാര്യമില്ല. കാരണം 50 വർഷം പിന്നിലാണ് ഈ മണലൂർ. ഇവിടെ എന്തെങ്കിലും ഒരു വികസനം നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുമോ? എന്തെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ജനപ്രതിനിധികളുടെ കടമ എന്താണ് എന്ന് ഈ ജനപ്രതിനിധികൾക്ക് അറിയാമോ? ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് AC കാറിൽ ഇങ്ങനെ സഞ്ചരിക്കാനും എല്ലാ കല്യാണ വീട്ടിലും അടിയന്തര വീട്ടിലും പിറന്നാൾ വീട്ടിലും പോയി സദ്യ ഉണ്ണാനുമല്ല MLA മാരെ നാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നു. ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പു നൽകാനാണ് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ ജയിപ്പിച്ചു വിട്ടവരെ തിരിച്ചു വിളിക്കാൻ ഒരു നിയമം ഈ രാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ മണലൂർ MLA മാരെ എത്രയോ തവണ ജനങ്ങൾ തിരിച്ചു വിളിച്ചേനെ. ഇതിപ്പോ ജയിപ്പിച്ചു വിട്ടാൽ 5 കൊല്ലം സഹിക്കണം. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. പ്രിയപ്പെട്ടവരെ, നാട്ടിലെ ജനങ്ങൾക്ക് കുടിക്കാൻ കുടിവെള്ളം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എന്ത് വികസനമാണ് ഇവരുണ്ടാക്കിയത്? വളരെ ചെറിയ, വളരെ പരിമിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ മണലൂർ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലെ. കടലോരമുണ്ട്, കായലോരമുണ്ട്, പുഴയോരമുണ്ട്, ചുറ്റും വിശാലമായ നെൽപ്പാടമുണ്ട്. വർഷക്കാലമായ വെള്ളത്തിൽ മുങ്ങിച്ചാവും, വേനൽക്കാലമായ കുടിക്കാൻ കുടിവെള്ളം കിട്ടാനില്ല. ഇതാണ് മണലൂരിലെ അവസ്ഥ. പണമില്ലാത്ത പ്രശ്നമല്ല. കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ഓരോ പഞ്ചായത്തിനും നൽകുന്നുണ്ട് പാവപ്പെട്ടവന് കുടിവെള്ളം കൊടുക്കാൻ. നരേന്ദ്രമോദി കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യം വേണ്ടത് കുടിവെള്ളമാണ്. കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതിയാണ് ജൽജീവൻ മിഷൻ പദ്ധതി. പണം ഒരു പ്രശ്നമില്ല, പണം എത്ര വേണമെങ്കിൽ കൊടുക്കും. പക്ഷെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട്ടിൽ കുടിവെള്ളം എത്തിക്കണം. ആ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ കൊടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ വീട്ടിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്ന് പാവർട്ടി പഞ്ചായത്തിലും മുല്ലശ്ശേരി പഞ്ചായത്തിലും അങ്ങനെയുള്ള നിരവധി പഞ്ചായത്തുകളിൽ, വെങ്കിടങ്ങ് പഞ്ചായത്തിൽ, കടലോരമുള്ള വാടാനപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പോഴേ കുടിവെള്ള ക്ഷാമം തുടങ്ങി. ടാങ്കറിൽ കുടിവെള്ളം എത്തിച്ചേരാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മനുഷ്യന് കുടിക്കാൻ കുടിവെള്ളം പോലും കൊടുക്കാതെ എന്ത് വികസനമാണ് ഈ മണലൂരിൽ ഇക്കാലം അത്ര ഇവർ നടപ്പാക്കിയത്? വീടിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. വീടില്ലാത്ത എത്ര ജനങ്ങൾ, ആയിരക്കണക്കിന് ആളുകളുണ്ട് സ്വന്തമായി നല്ലൊരു വീടില്ലാത്തവർ ഈ മണലൂര് നിയോജക മണ്ഡലത്തിൽ. എന്തേ പദ്ധതിയില്ലാത്ത വർഷമാണോ? 1.5 ലക്ഷം വീട് നിർമ്മിക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തിന് അനുവദിച്ചു നൽകിയിട്ടുണ്ട്. 1.5 ലക്ഷം വീടുകൾ, പ്രധാനമന്ത്രി ആവാസ് ഭീമ യോജന പദ്ധതി. പക്ഷേ സംസ്ഥാനത്തിന് വിഹിതം വയ്ക്കാനില്ല. ഓട്ടക്കാലണയാണ് പിണറായി വിജയന്റെ ഖജനാവി. അതുകൊണ്ട് കേന്ദ്രത്തിന് പണം റെഡിയാണ്, പാവപ്പെട്ടവർക്ക് മുഴുവൻ വീട് വെച്ച് നൽകാം. പക്ഷേ സംസ്ഥാന വിഹിതം എടുക്കാനില്ലാത്തതിന്റെ പേരിൽ ഭവന നിർമ്മാണ പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണ്. വീടിന് അപേക്ഷ കൊടുത്ത് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്ന് കിട്ടും, നാളെ കിട്ടും. ഈ നശിച്ച സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വീട് കിട്ടാൻ പോകുന്നില്ല. കാരണം ഖജനാവിലുള്ള പണം മുഴുവൻ ദൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കുന്ന ഒരു സർക്കാരിന് എങ്ങനെയാണ് പാവപ്പെട്ടവന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുക?
നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഈ കനോലി കനാൽ, ആ കനോലി കനാൽ ദിനം പ്രതി മലിനമായിക്കൊണ്ടിരിക്കുക. ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്ന ആ ഗുരുവായൂരിലെ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മുഴുവൻ തള്ളുന്നത് ഈ ചക്കംകണ്ടം വഴി കനോലി കനാലിലേക്കാണ്. നിങ്ങളൊന്ന് പോയി കാണണം, കണ്ടാ ഛർദിക്കും. അവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. 20 കോടി രൂപ ചെലവാക്കി ചക്കംകണ്ടത്ത്. കാരണം ഗുരുവായൂരിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ മാലിന്യങ്ങൾ മുഴുവൻ, ആ ദ്രവമാലിന്യം ശുദ്ധീകരിച്ചിട്ട് വേണം കനോലി കനാലിലേക്ക് വിടാൻ. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാന്റ് 20 കോടിയാണ്. ആ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ നേരിട്ട് മാലിന്യം കനോലി കനാലിലേക്ക്. ഇപ്പൊ കനോലി കനാൽ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മത്സ്യങ്ങൾ പോലും ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയാണ്. വലിയ മത്സ്യസമ്പത്തുണ്ടായിരുന്ന കനോലി കനാലിൽ ഇന്ന് മത്സ്യസമ്പത്ത് കുറഞ്ഞുവെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഈ ഗുരുവായൂരിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ശുദ്ധീകരിക്കാതെ കനോലി കനാലിലേക്ക് തിരിച്ചുവിട്ടത് കൊണ്ടാണ് ഇന്ന് ആ പുഴയിൽ, ആ കായലിൽ മത്സ്യസമ്പത്ത് പോലും കുറഞ്ഞിരിക്കുന്നു. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ കുറ്റപത്രമായിട്ട് അവതരിപ്പിച്ചു. റോഡിന്റെ പ്രശ്നം ഇതേ സ്ഥലത്ത്, ഇതേ വേദിയിൽ ഈ റോഡിന്റെ പ്രശ്നത്തിൽ BJP പ്രവർത്തകരുടെ ഉപവാസം ഇരുന്നിട്ടുണ്ട്. 24 മണിക്കൂർ ഉപവാസം. നമ്മൾ മറന്നു പോകാൻ പാടില്ല. എത്ര മാസങ്ങൾ, വർഷങ്ങൾ ഈ മണലൂർ നിയോജകമണ്ഡലത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി പോകുന്ന ഈ കാഞ്ഞാണി പഞ്ചാരമുക്ക് റോഡ് അല്ലെ, ഈ നിയോജകമണ്ഡലത്തെ നെടുകെ പിളർന്നുകൊണ്ട് പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ, ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന റോഡ് ഏതാ? അത് ഈ കാഞ്ഞാണി പഞ്ചാരമുക്ക് റോഡാണ്. എത്ര കാലം ഈ റോഡ് തകർന്നു കിടന്നു, എത്ര കാലം, എത്ര ദുരിതം അനുഭവിച്ചു ഈ നാട്ടിലെ ജനങ്ങൾ. ഇപ്പോഴും ഈ റോഡ് നന്നായിട്ടുണ്ടോ? ഇപ്പോഴും കുതിരപ്പുറത്ത് പോകുന്നത് പോലെയാണ്. നമ്മൾ കാറിൽ പോയാൽ കുതിരപ്പുറത്ത് പോകുന്നത് പോലെയാണ് റോഡിൽ കൂടി പോയാൽ. വീതിയില്ല. ഇത്രയും ജനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റോഡ് വൈഡനിങ് നടപ്പാക്കാൻ സാധിക്കണ്ടേ? ഒന്ന് വീതി കൂട്ടണ്ടേ? ഇത്രയും ജനങ്ങൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡല്ലേ? എന്തുകൊണ്ട് ഈ റോഡ് വൈഡനിങ് നടപ്പാക്കാൻ സാധിക്കുന്നില്ല? നാടിനെ കുറിച്ച് ചിന്തിക്കുന്ന, നാടിന്റെ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു MLA ആദ്യം ചിന്തിക്കേണ്ടത്, നാട് വികസനമെങ്കിൽ റോഡ് വികസിക്കണം. റോഡ് വികസിക്കാതെ നാട് വികസിക്കുമോ? എന്തുകൊണ്ട് ഈ റോഡ് വികസനം നടപ്പാക്കാൻ സാധിക്കുന്നില്ല? ഇവരുടെ സർക്കാർ തന്നെയാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്. ഇനി പണമില്ലെങ്കിൽ റോഡ് വികസനത്തിന് വേണ്ടി 60,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. 1-2 പൈസയല്ല, 60,000 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. മുഴുവൻ അഴിമതി നടത്തി കമ്മീഷൻ അടിച്ച് ദൂർത്തടിച്ച് നശിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു റോഡ് പണിയുന്നില്ല. ഹൈക്കോടതി എന്ന് ചോദിച്ചില്ലേ, ഈ കമ്മീഷൻ അടിക്കലല്ലാതെ നല്ല റോഡ് പണിയാൻ സാധിക്കുന്നുണ്ടോ? എന്റെ കേരളത്തിൽ പണിയുന്ന റോഡ് മുഴുവൻ ഇങ്ങനെ 6 മാസം കഴിയുമ്പോഴേക്കും തകർന്നു പോകുന്നു. വേനൽക്കാലത്ത് റോഡ് നിർമ്മിക്കും, വർഷകാലത്ത് റോഡ് തകരും. ഇത് കേരളത്തിലെ മാത്രം അവസ്ഥയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ റോഡ് നിർമ്മിച്ചാൽ അത് 10 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി റോഡുകളാണ്. ആ റോഡൊന്നും തകരില്ല. പക്ഷെ കേരളത്തിൽ പിണറായി വിജയൻ റോഡ് നിർമ്മിച്ചാൽ വേനൽക്കാലത്ത് റോഡ് നിർമ്മിക്കും, വർഷക്കാലത്ത് റോഡ് തകരും. വീണ്ടും വേനൽക്കാലത്ത് റോഡ് നിർമ്മിക്കും, വീണ്ടും വർഷക്കാലത്ത് റോഡ് തകരും. ഇത് വലിയൊരു ബിസിനസ്സാ. യുവമാരാരെങ്കിലും വല്ല പണിക്കും പോകുന്നുണ്ടോ? ഒരു സഖാക്കന്മാർ ഒരു പണിക്കും പോകുന്നില്ല. അവരുടെ പ്രധാന വരുമാനം ഈ റോഡ് പണിയിലെ കമ്മീഷനാണ്. ബ്രാഞ്ച് സെക്രട്ടറി, വാർഡ് മെമ്പർ മുതൽ സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ആളുകൾ ജീവിക്കുന്നത് ഈ റോഡ് പണിയിൽ കമ്മീഷൻ അടിച്ചുകൊണ്ടാണ്. റോഡ് തകർന്നാലല്ലേ വീണ്ടും പണിയാൻ പറ്റൂ, വീണ്ടും പണിതാലല്ലേ കമ്മീഷൻ അടിക്കാൻ പറ്റൂ. അതാണ് കേരളത്തിലെ പ്രശ്നം. ഇതേപോലെ തന്നെ ഈ നിയോജകമണ്ഡലത്തിന്റെ കേച്ചേരി ചൂണ്ടൽ റോഡ്, ആ കേച്ചേരി ഗുരുവായൂരിലേക്കൊന്ന് പോകുമ്പോ ഒരു ഹൃദയം വെടിപ്പാണ്. എങ്ങനെ ഈ കേച്ചേരി ഒന്ന് കടന്നു കിട്ടും? കുപ്പിക്കഴുത്ത് പോലെയാണ്. ഒരു ചെറിയൊരു പോർഷൻ 2 ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ കുന്നംകുളം കുറ്റിപ്പുറം റോഡ് എന്ന് പറയുന്നത്. 2 ദേശീയപാതകൾ നമുക്കറിയാം. മണ്ണുത്തി ദേശീയപാത, ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ ദേശീയപാത. ഈ 2 ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ്. ചെറിയ പാതയല്ല, സംസ്ഥാന പാതയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇവന്മാർ ഇത്രയും കാലം ഭരിച്ചിട്ടും ഒരു റോഡ് പണിയാൻ സാധിച്ചിട്ടില്ല. അത് ജന്മത്തിൽ ഇവർക്ക് സാധിക്കൂല.